ആരും അറിയാതെ MLA വീട്ടിൽ കയറിയിട്ട് ആഭരണം വലിച്ചു മാറ്റാൻ കഴിയില്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ 2 ദിവസം ലീവ് എടുത്ത് ജോലി നോക്കിയത്? മുഴുവൻ പറയാൻ സമ്മതിക്കേ. ആ MLA രാവിലെ 9 മണിക്ക് പാർട്ടി ഓഫീസിൽ പോകും. ഞാനേ MLA സ്വന്തക്കാരനാ. ഈ കല്യാണ പത്രിക കൊടുക്കാൻ വന്നതാ. എത്ര വലിയ പണക്കാരനാണെങ്കിലും വീട്ടിൽ വെച്ച് കാണാൻ സമ്മതിക്കില്ല. ഞങ്ങള് MLA ഏരിയ വരുന്നത്. ഞങ്ങൾക്ക് MLA ഒന്ന് കാണണം. പക്ഷേ അവന്റെ കൂട്ടത്തിലുള്ള പാർട്ടിക്കാർ ആര് വന്നാലും അവർക്ക് നല്ല രീതിയിൽ വീട്ടിൽ സ്വീകരണം കൊടുക്കും. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു തുറപ്പിച്ചിട്ട്. ഇതുപയോഗിച്ച് വേണം നമുക്ക് ആഭരണം അടിച്ചു മാറ്റാനായിട്ട്. ഉറപ്പായിട്ടോ റൂം പൂട്ടിയിട്ടുണ്ടാവും. താക്കോലുണ്ടാക്കണം. മരത്തടിയുടെയും ആക്സിഡന്റിൻ്റെയും ആവശ്യം വരും. മനസ്സിലായോ? വേറൊരു കാര്യം, നാളെ നീയും എൻ്റെ കൂടെ വരണം. രണ്ടുപേരും എങ്ങനെയാണ് ലീവ് എടുക്കണത്? അതെ, ഇതുവരെ കളക്ടറിൻ്റെ പണിയാണല്ലോ. കൗണ്ടമണി ഒരു പടത്തിലേ ജോലി വിട്ട് പോയ കഥ അറിയില്ലേ നിനക്ക്? അങ്ങനെ എങ്ങനെ സംഭവിച്ചാലോ? ഡിക്ക് നാ കഴിഞ്ഞു. അമ്മേ, അച്ഛൻ ജോലിക്ക് പോകുന്നില്ലേ? ആ പിള്ളേർക്ക് 2 പേർക്കും പനിയാണ്, മേലെന്ന്. പണിക്ക് വന്നില്ല. അതാ നിന്റെ അച്ഛൻ. സൂക്ഷിച്ചു. അച്ഛൻ പനിയാണെന്ന് പറഞ്ഞു. ചൂടില്ലല്ലോ. ചൂടുണ്ടാവില്ല. എന്താന്ന് വെച്ചാലേ അത് അകത്തുള്ള പനിയാ. അതാണ് ആശുപത്രി കൂട്ടിക്കൊണ്ടു പോണത്. എന്നാ വാ, ഞാനും വരാം. പോകാം. ഒരാളോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു. അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാള് കണ്ട പ്രശ്നമാണേ. ഞാൻ കൂടെ ഉണ്ടല്ലോ. നീ ഒന്ന് പേടിക്കണ്ട. പൊയ്ക്കോ മോളെ. ചോറൊന്നും കഴിക്കണ്ട. പനി വിട്ടു പോവില്ല. ഇതിൽ റൊട്ടിയും പാലും ഉണ്ട്. മെർലി, എടാ സമയായടാ. എല്ലാം വിട്ട് വിശ്വസിച്ച് എൻ്റെ കൂടെ നീ വരുമല്ലോ അല്ലേ? എന്താ അങ്ങനെ ചോദിച്ച്? നിന്നല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ സംശയമാണോ? എത്രയും പെട്ടെന്ന് നിന്റെ കൂടെ ജീവിക്കണമെന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് മഞ്ഞ് വീഴാൻ തുടങ്ങും. വേഗം പോയിട്ട് വാ. ഇതുവരെ നടത്തിയ മോഷണമല്ല എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നിന്റെ കൂടെ ജീവിക്കാനായിട്ടാ. എടാ വാ, പോവാൻ നോക്കാം. നമ്മുടെ സ്ഥലത്ത് ഇന്ന് പാർട്ടി ആൾക്കാർ വരും. അവർ വെയിറ്റ് ചെയ്യാൻ ശരി അച്ഛാ. ചേട്ടോ, എല്ലാരും കൂടി എവിടേക്കാണ്? അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്. അവര് വരുന്നവരേക്ക് നമുക്കൊരു ചായ കുടിക്കാം. വാ. ചേട്ടാ, എല്ലാവർക്കും ഒരു ചായ. ശരിയണ്ണാ. എല്ലാവർക്കും ഒരു ചായ പെട്ടെന്ന് കൊടുത്തേ. ചായ മാത്രം നീ എനിക്ക് 2 വട മതി. ചായ പിടിക്കേ. മോനെന്താ MLAക്ക് വേണ്ടപ്പെട്ട ആളാണോ? ഒരു ചായ ചായയൊക്കെ വാങ്ങി തരുന്നു. ചേട്ടാ, എന്താ പുറത്ത് നിൽക്കുന്നേ? എല്ലാവരും അകത്തേക്ക് വരൂ.
കാടുണ്ട്. ആ കാട്ടിലൊരു വലിയ മലയുണ്ട്. എനിക്ക് ആ കല്ല് കണ്ടിട്ടേ അതൊരു ഗ്രാനൈറ്റ് കല്ലാണ്. എന്തിനെല്ലാരും മുമ്പിൽ വെച്ചും പറയുന്നേ? എന്നാ പിന്നെ നമുക്ക് പുറത്തു പോയി സംസാരിക്കാമല്ലോ അല്ലേ? വരൂ, പുറത്തു പോയി സംസാരിക്കാം. എനിക്ക് വലിയൊരു കാടുണ്ട്. ആ കാട്ടിൽ വലിയൊരു മലയുണ്ട്. ആ കല്ല് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഗ്രാനൈറ്റ് കല്ലാണെന്നാ. ഉറപ്പത്. ഗവൺമെന്റ് അറിയാതെ ആ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാർ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. ആ മല എടുത്തിട്ടേ ബാക്കിയുള്ളത് എനിക്ക് തന്നാ മതിന്നേ. അച്ഛൻ വന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയോ? വരൂ, അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി സംസാരിക്കാം. നിങ്ങൾ വെക്കോ? എനിക്കേ ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടുണ്ട്. ഞാൻ പോയി ഇന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടാ. അതെ, എന്നാ പോയി വരൂ. ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ നമുക്ക് ടാപ്പോയിക്കും. ഇവൻ എന്താ പറ്റിയെന്നറിയില്ലല്ലോ. അവിടെ പെട്ടിട്ടുണ്ടാവോ ഇനി? ഇനി എത്തിയിട്ടില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടിച്ചു കൊല്ലുന്ന തോന്നണ. ഉടനെ രക്ഷപ്പെടാൻ നോക്കാം. കളി എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കിക്കോടാ. അനി വരുന്നതിനോ രക്ഷപ്പെടാൻ നോക്കിക്കോടാ. ഓ, എത്തിയല്ലേ? ഞാൻ വിചാരിച്ചു നീ എന്നെ കൊടുക്കുന്ന വിചാരിച്ചത്. എനിക്കെന്താ നിന്റെ സ്വഭാവമാണെന്ന് കരുതിയോ? കൂടെ നിന്നിട്ട് കരുത്തിറക്കാൻ. എന്താടത്? എടാ, അടിച്ചു മാറ്റിയല്ലേ? ഒറ്റയ്ക്ക് ഇത് എങ്ങനെ സാധിച്ചടാ?
ആദ്യം ഇതൊക്കെ കൊണ്ടുപോയി കാശാക്കണം, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാടാ. അയ്യോ, എടുത്ത് വെക്ക്. എന്താ ബെല്ലടിക്കണുണ്ടോ? ഹലോ ഹലോ അളിയ, ഞാൻ ജോണിയാ. അളിയാ സുഖാണോ? ആ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ പണി നടത്തിയിട്ടുണ്ട്. കൊടൈക്കനാലിൽ സ്വർണ്ണം കൊടുത്തിട്ട് കാശ് തരുന്ന ആരെങ്കിലും നിനക്കറിയാവോ? അതെ അളിയാ, നമുക്കറിഞ്ഞൊരു സിയേറ്റുണ്ട്, അവരെ പോയി കാണുന്നോ? എമൗണ്ട് കുറച്ച് വലിയ സംഭവമാണ്, അതിനെ പറ്റിയൊരു എത്ര വലിയ അമൗണ്ട് ആണെങ്കിലും സിംഗിൾ ഡേയിൽ തീർത്തേക്കും. നമ്പർ എഴുതിക്കോ. ആ 9841441312. നോക്കിയിട്ട് വിളിക്കിട്ടോ. ശരി. ആ സ്വർണ്ണ റെഡിയാണ്, പൈസ റെഡിയാണല്ലോ. ശരി, ഇപ്പൊ കൊടുത്തേക്കാം. ശങ്കര, ഇതൊക്കെ ആണുങ്ങൾ അടിച്ചോട്ട് നീ ഇവിടെ ഒലത്തു വരുന്നോ? നീ എവിടെയാണ് പോയത്? വേണ്ട, ആരും എടുത്തോണ്ട് പോയിന്ന് എനിക്കറിയണം. ഇപ്പൊ തന്നെ എന്റെ സ്വർണ്ണം ഇവിടെ എത്തിയിരിക്കണം. പോടാ, പോയി അന്വേഷിക്ക്. പോ. ഏവനെയൊക്കെ അകത്ത് കയറ്റിട്ട് എന്താണ് ഈ നോക്കുന്നത്? പോടി. ഞാനാണ് MLA. ഞാൻ നിന്നോട് പറഞ്ഞ സ്വർണം മോഷ്ടിക്കപ്പെട്ടോ? നിന്റെ അടുത്ത് ആരെങ്കിലും വിൽക്കാമെന്ന എന്നോടൊന്ന് പറയണം.